മിസിസിപ്പി നദിയുടെ പ്രാന്തപ്രദേശമായിരുന്നു ഹാനിബാൻ. നഗരപരിഷ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത തനി നാട്ടുഗ്രാമം. അവിടുത്തെ ഗ്രാമവാസികൾ കൂടുതലും ദരിദ്രരായിരുന്നു. പരിക്കൻ ജീവിതത്തോട് ഇണങ്ങിയും പിണങ്ങിയും കഴിഞ്ഞുപോയവർ. അതിലെ ഒരു കൊച്ചുകുട്ടി സാമുവൽ ക്ലെമൻസ്. വൈവിധ്യമാർന്ന കൗതുകത്തോടെ അവൻ തൻ്റെ ബാല്യം കിടപിടിക്കുന്ന സമയത്തായിരുന്നു അച്ഛൻ്റെ മരണം. അച്ഛൻ്റെ മരണം ആ കുടുംബത്തെ തീരാ ദുഃഖത്തിലും ദാരിദ്ര്യത്തിലേക്കുമാണ് തള്ളിവിട്ടത്. ജ്യേഷ്ഠ സഹോദരൻ്റെ പ്രിന്റിംഗ് പ്രസ്സിലെ തുച്ഛമായ വരുമാനം കൊണ്ട് മാത്രം ആ കുടുംബത്തിന് ജീവിച്ചു പോകാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ തൻ്റെ വിദ്യാഭ്യാസം പാതി വഴിയിൽ നിന്ന് ജോലികളിൽ വ്യാപൃതനാവുന്നുണ്ട്. ഖനിത്തൊഴിലാളിയായും ചുമട്ടുതൊഴിലാളിയായും കപ്പലിലെ ക്യാപ്റ്റനായും ഒക്കെ ആ കുട്ടി ജോലിയെടുത്തു. എന്നാൽ ഒന്നും സ്ഥിരമായിരുന്നില്ല. പിന്നീട് ഗ്രാമപത്രം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയപ്പോൾ ഒരു ചെറിയ ജോലി എന്ന നിലയിൽ പേനയും പേപ്പറും എടുത്ത് അവൻ ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ചു തുടങ്ങി, അവിടെ നിന്നും വാർത്തകൾ സ്വീകരിക്കുവാൻ. ആ വാർത്തകളിൽ അവൻ പല ജീവിതങ്ങൾ കണ്ടു. ജീവിത സത്യങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും അവൻ കണ്ടു. അവിടെ വെച്ച് വലിയൊരു മാറ്റമായിരുന്നു ആ ജീവിതത്തിന് സംഭവിച്ചത്. ലോകം കണ്ട ഏറ്റവും മികച്ച എഴുത്തുകാരിൽ ഒരാളായി വളരുവാനുള്ള ഇന്ധനമായിരുന്നു സാമുവൽ ക്ലെമൻസിന് ആ ഒരു ജോലി. ആ എഴുത്തുകാരൻ്റെ തൂലിക നാമം പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കൃതികളും അതിലെ കഥാപാത്രങ്ങളെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും. മറ്റാരുമല്ല, മാർക്ക് ട്വെയിനാണ്. മിസിസിപ്പി നദിയിലെ നാവികന്മാർ ഉപയോഗിച്ച ഒരു വാമൊഴി പദമാണ് തൂലികാനാമമായിട്ട് അദ്ദേഹം സ്വീകരിച്ചത്. അപ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ ഈ എഴുത്തുകാരനെ തൻ്റെ ജീവിതവും ജീവിത പ്രാന്തപ്രദേശങ്ങളും എത്രത്തോളം സ്വാധീനിച്ചു എന്നുള്ളത്. അഡ്വഞ്ചേഴ്സ് ഓഫ് ഹക്കിൾബറിയും അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സോയറും ഒന്നും വെറും സാങ്കല്പിക സൃഷ്ടികളായിരുന്നില്ല, മറിച്ച് അദ്ദേഹം കണ്ട ജീവിതങ്ങൾ തന്നെയാണ്. ബാല്യവും കൗമാരവും പിന്നിട്ട് യൗവനത്തിൽ നിൽക്കുന്ന എൻ്റെ കൈകളിൽ ഈ പുസ്തകം നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഈ കൊച്ചുകുട്ടികൾ അവരുടെ കുസൃതികൾ എത്രത്തോളം എന്നെ ഇന്നും ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളത്. ചാൾസ് ഡിക്കൻസിൻ്റെ ഒലിവർ ട്വിസ്റ്റിനോടും ഡേവിഡ് കോപ്പർഫീൽഡിനോടും ഒക്കെ കിടപിടിച്ച് നിൽക്കുകയാണ്, അമരന്മാരായി നിൽക്കുകയാണ് ഈ കൊച്ചുകുട്ടികൾ. എല്ലാവർക്കും നല്ലത് നേരുന്നു. സ്നേഹപൂർവ്വം, ഐശ്വര്യ.